കഴിഞ്ഞ 3 മത്സരങ്ങളിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം കണ്ടപ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം ടീമിന് ഒരു ഒത്തിണക്കം തിരിച്ചു പിടിച്ചു എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. അതുകൂടാതെ പോരാട്ട വീര്യം ഉയർന്നിരിക്കുന്നു. എല്ലാവരും ഒരു സ്പിരിറ്റോടെ കളിക്കുന്നു. ഡിഫൻസിലെ പ്രശ്നങ്ങളൊക്കെ കുറെ മാറി. അപ്പൊ ആ രീതിയിൽ ഒരു ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള മത്സരങ്ങളൊക്കെ ഒന്ന് പൊരുതി നോക്കിയാൽ ചിലപ്പോൾ പ്ലേ ഓഫിലേക്ക് കടന്നേക്കാം എന്നുള്ള ഒരു ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പൂർണ്ണമായും മാറ്റുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷ വേണ്ട, ഇനി ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഈ സീസണിലെ കളി കാണാമെന്ന് വ്യക്തമായിട്ട് ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അട്ടർ ഫ്ലോപ്പായുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. ഒരിക്കലും നമുക്ക് നീതീകരിക്കാൻ പറ്റാത്തൊരു ബോഡി ലാംഗ്വേജും കഴിഞ്ഞ മത്സരത്തിൽ എന്തായിരുന്നു, അല്ലെ കഴിഞ്ഞ 3 മത്സരങ്ങൾ എന്തായിരുന്നു, അതിന് നേർ വിപരീതമായുള്ള ഒരു നാണം കെട്ട രീതിയിലുള്ള കളി പ്രകടമാക്കുന്ന ബ്ലാസ്റ്റേഴ്സ്, അങ്ങനെയൊക്കെ പറയേണ്ടി വരും. കാരണം ഫസ്റ്റ് ഹാഫിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം അതിദയനീയമായിരുന്നു. ഡിഫൻസ് ശോകം, മിഡ്ഫീൽഡിൽ യാതൊരു നീക്കുമില്ല. വിപിനൊക്കെ പിക്ചറിലേ ഉണ്ടായിരുന്നില്ല. പിന്നെ അതുകൂടാതെ അറ്റാക്കിംഗ് ആണെങ്കിലും ഒന്നും നടക്കുന്നില്ല. ഈസ്റ്റ് ബംഗാൾ ആണെങ്കിൽ നല്ല ഹൈ പ്രസിംഗ് ഗെയിം ബ്ലാസ്റ്റേഴ്സിനെതിരെ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. അവർ ശരിക്കും ടാക്ടിക്കലിയാണ് ഈ മത്സരം വിജയിച്ചതെന്ന് പറയേണ്ടി വരും. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ വീക്ക് പോയിന്റ്സ് മനസ്സിലാക്കി അതിനനുസരിച്ച് അവർ കറക്റ്റായിട്ട് ഹൈ പ്രസിംഗ് ഫുട്ബോൾ കാഴ്ചവെച്ചു. എളുപ്പത്തിൽ തന്നെ ഈസ്റ്റ് ബംഗാളിന്റെ താരങ്ങൾ അവരുടെ മുന്നേറ്റ നിര നമ്മുടെ ബോക്സിനുള്ളിലേക്ക് കടന്നു കയറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഒരു ചെറിയ പ്രസ്സിംഗ് വഴി തന്നെ നമ്മളെ ഭാഗത്ത് നിന്ന് പന്ത് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഡിഫൻസിലേക്ക് വലിയുന്നു. സ്വാഭാവികമായിട്ട് അവർ മുന്നോട്ട് വരുന്നു, പന്തുമായി വരുന്നു, അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ വലിയ മികവെന്നല്ല പറയുന്നത്, പക്ഷെ അവർ കറക്റ്റായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന്റെ ഏകോപനമില്ലായ്മ, ആശയക്കുഴപ്പം ഇതെല്ലാം മുതലാക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. ഒരുപാട് മിസ് പാസസുകൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ ബാക്ക് പാസസുകൾ ഉണ്ടായിരുന്നു. നല്ല കൗണ്ടർ അറ്റാക്കുകൾ നടത്താൻ സാധിച്ചില്ല. കാരണം ഒരു കൗണ്ടർ അറ്റാക്ക് നമ്മൾ നടത്താമെന്ന് വിചാരിക്കുമ്പോൾ ഒരു ബാക്ക് പാസ് വരും. പിന്നെ എങ്ങനെയാ സന്ദീപിന്റെ ഭാഗത്ത് നിന്ന് ആസ് യൂഷ്വൽ വീണ്ടും വളരെ മോശമായുള്ള പ്രകടനം. ഓർമ്മിപ്പാമും മിലോസും ഒന്നും അപ് ടു ദ മാർക്ക് ആയിരുന്നില്ല. നമ്മൾ നോക്കേണ്ടത് ആ ഒരു ഫസ്റ്റ് ഗോൾ, അതൊരു കൗണ്ടർ അറ്റാക്കിൽ നിന്നാണ് ഈസ്റ്റ് ബംഗാൾ നേടുന്നത്. 20-ാം മിനിറ്റിൽ നമ്മുടെ മലയാളി താരം വിഷ്ണു കഴിഞ്ഞ ലെക്കിലും ഈസ്റ്റ് ബംഗാളിന് വേണ്ടി സ്കോർ ചെയ്തിരുന്നു. വിഷ്ണുവിന്റെ ആ ഒരു കൗണ്ടർ അറ്റാക്ക് സംഭവിക്കുമ്പോൾ അവിടെ നമ്മുടെ 2 സെൻട്രൽ ബാക്കുകളും ഉണ്ടായിരുന്നില്ല, പിക്ചറിലേ ഉണ്ടായിരുന്നില്ല. മിലോസ് ആണെങ്കിലും ഫോർമയാണെങ്കിലും. പിന്നെ അവസാനം കോറും പിന്നെ ഫ്രെഡിയാണ് ഒന്ന് ശ്രമിച്ചത് ചേസ് ചെയ്യാൻ. ഫ്രെഡി ചേസ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ സ്പീഡ് വിഷ്ണുവിന്റെ സ്പീഡിനൊപ്പം എത്താൻ സാധിച്ചില്ല. പിന്നെ കോറു ആണെങ്കിൽ ലാസ്റ്റ് ഒരു ഗോൾ ലൈൻ ക്ലിയറൻസിനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. പക്ഷെ എന്തുകൊണ്ടും അദ്ദേഹത്തിന് അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് ആ ഒരു ഓടി വന്ന ആ ഒരു സാഹചര്യമായിരിക്കാം, നമുക്ക് കൂടുതൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ക്ലിയർ ചെയ്യേണ്ട താരങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നം. രണ്ടാമത്തെ ഗോളാണെങ്കിൽ ഹിജാസി വളരെ സിമ്പിൾ ആയിട്ടാണ് സെറ്റ് പീസിൽ നിന്ന് സ്കോർ ചെയ്തത്. കാരണം ഇത്രയും വിദഗ്ധനായ ഹെഡർ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഹൈറ്റുള്ള ഒരു പ്ലെയർ ഉണ്ടാകുമ്പോൾ ആരും അദ്ദേഹത്തെ മാർക്ക് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. 4-5 പേരുണ്ടായിരുന്നു ബോക്സിനുള്ളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ, പക്ഷെ ഒരാൾ പോലും അദ്ദേഹത്തെ ഹിജാസിയെ മാർക്ക് ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അടിസ്ഥാനപരമായുള്ള പ്രശ്നങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെ ബാധിച്ചുകൊണ്ടിരിക്കും. ഒരു ബേസിക്സ് കീപ്പ് ചെയ്ത് കളിക്കുക എന്നുള്ളതുണ്ടല്ലോ, അത് കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ സച്ചിൻ സുരേഷ് 1-2 സേവുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യം? സച്ചിന്റെ മിസ്റ്റേക്കിൽ നിന്ന് വീണ്ടും ഒരു ഗോള് പിറക്കേണ്ടതായിരുന്നു. ക്ലേറ്റൻ സിൽവയുടെ ആ ഒരു ഷോട്ട് സച്ചിൻ അതുപോലെ തന്നെ മുന്നോട്ട് തട്ടിയിട്ട് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിച്ചില്ല. ഭാഗ്യം കൊണ്ട് അത് ഗോളായി മാറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ടീമിൽ ഒരു റീവാമ്പ് ഇല്ലാതെ ഇനിയൊന്നും നടക്കില്ല. ഈ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യാതെ നടക്കില്ല. നമ്മൾ നോക്കേണ്ടത് തുടർച്ചയായിട്ട് 3 മത്സരങ്ങൾ പരാജയപ്പെട്ട ഈസ്റ്റ് ബംഗാളാണ് ഇപ്പം ബ്ലാസ്റ്റേഴ്സിനെതിരെ വിജയിച്ചിരിക്കുന്നത്. അതും ബ്ലാസ്റ്റേഴ്സ് ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ്. അവസാന 3 മത്സരങ്ങൾ തോൽവി എന്നറിയാതെ നല്ല രീതിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെയൊരു നിർണായക മത്സരത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത മത്സരം ചെന്നൈയിനെതിരെയാണ്. ഇപ്പൊ ചെന്നൈയിന് ഇതേപോലെ അവസാന 5 മത്സരങ്ങളിൽ വിജയമൊന്നും ഇല്ലാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ മിക്കവാറും ചെന്നൈയിനെതിരെ അവരുടെ തട്ടകത്തിൽ പോയി ബ്ലാസ്റ്റേഴ്സ് സെയിം പ്രകടനം തന്നെ കാഴ്ചവെക്കാനാണ് സാധ്യത. കാരണം ഇത്തരം ടീമുകൾക്കൊക്കെ ഒരു ബ്രേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്രധാന ദൗത്യം തോന്നുന്നു. പിന്നെ ലൂണയുടെ ഭാഗത്ത് നിന്ന് കുറെ എഫേർട്സ് ഉണ്ടായിരുന്നു. മീൻസ് അദ്ദേഹം വളരെ അധ്വാനിച്ച് കളിക്കുന്നത് കൊണ്ട്, പക്ഷെ ക്രിയേറ്റീവ് ആയുള്ള ഒരു ടച്ച് ലൂണയ്ക്ക് നഷ്ടമായെന്ന് തോന്നുന്നു. കാരണം പഴയ ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല അദ്ദേഹത്തിന്റെ ഫ്രീ കിക്കുകൾക്കാണെങ്കിലും പാസുകൾക്കൊന്നും അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഹിമിനസും ഒരു പഴയ, അതായത് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹം പരിക്കേൽക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഫോമിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ചില ചാൻസസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ പെപ്പർ വന്നതിന് ശേഷം കുറച്ച് കളിയൊന്ന് മാറി, കുറച്ചും കൂടെ ബോൾ അഡ്വാൻസ് ചെയ്ത് മുന്നേറ്റ നിരയിൽ എത്താൻ തുടങ്ങി. അതിനു മുമ്പ് അതും ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു. മിഡ് കംപ്ലീറ്റ് ചത്ത അവസ്ഥയായതുകൊണ്ട് ഒരു മൂവ്മെന്റും ഉണ്ടായിരുന്നില്ല. പക്ഷെ പെപ്പർ വന്നതിന് ശേഷം കുറച്ചൊരു എഫേർട്സ് ഒക്കെ ഉണ്ടായി, പക്ഷെ ഒന്നും ക്ലിനിക്കലല്ല. ഫൈനൽ തേർഡിലെ പ്രശ്നം അതുപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. നോഹയുടെ ഭാഗത്ത് നിന്ന് ഒരു 55 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ചാൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. 1-2 ഷോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നോഹയെ കറക്റ്റായിട്ട് കൂട്ടാൻ ഒരു പരിധി വരെ ജിക്സൺ സിംഗിന് സാധിച്ചു. ജിക്സൺ സിംഗ് ആ ഒരു റൈറ്റ് ബാക്ക് എന്നുള്ള റോള്, പുതിയൊരു ദൗത്യം നന്നായിട്ട് തന്നെ നിർവഹിച്ചു. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ഫിസിക്കാലിറ്റി, ആ ഒരു ആറ്റിറ്റ്യൂഡ്,
അത് റിസൾട്ടായി മാറി. പിന്നെ ഗില്ലിന്റെ ഒക്കെ ഒരു പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അസൂയ തോന്നുന്നു. നമ്മുടെ ഗോൾ കീപ്പറാണ്, നമ്മുടെ മലയാളി താരങ്ങൾ ഒരു ഭാഗത്ത് കളിക്കുന്നു, PV വിഷ്ണുവെ പോലെ അദ്ദേഹം വീണ്ടും സ്കോർ ചെയ്യുന്നു, ഗില്ലിനെ പോലുള്ള ഗോൾ കീപ്പർ, നമ്മുടെ പഴയ ഗോൾ കീപ്പർ വളരെ മികച്ച രീതിയിൽ കളിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ജിക്സൺ സിംഗിന്റെ പെർഫോമൻസ്, ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു നിരാശയാണ് തോന്നുന്നത്. അപ്പൊ ഇനിയിപ്പം ബ്ലാസ്റ്റേഴ്സ് ഈ ടീമിൽ വലിയ പ്രതീക്ഷയൊന്നും വെക്കുന്നതിൽ കാര്യമില്ല. അപ്പൊ ഇനി വരുന്ന മത്സരങ്ങളൊക്കെ ചെന്നൈയിനൊക്കെ എതിരെയുള്ള മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വമ്പൻ പോരാട്ടങ്ങളൊക്കെ വരാം. മോഹൻ ബഗാനൊക്കെ കാത്തിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും എന്നുള്ളത് ഏതാണ്ട് നമുക്ക് ഊഹിക്കാൻ തോന്നും. ഒരു ടീമിൽ ഒരു ഒത്തിണക്കം കാണാനില്ല, ഏകോപനമില്ല, പിന്നെ നല്ല രീതിയിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല. ഇതൊന്നും ഇല്ലാതെ എങ്ങനെ ഒരു ടീം മുന്നോട്ട് പോകും എന്നുള്ളതാണ്. തന്ത്രങ്ങളാണെങ്കിലും കണക്ക് തന്നെയാണ്. കാരണം ഒരു ഷാർപ്പായുള്ള തന്ത്രങ്ങളല്ല. ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ടാക്ടിക്സ് എന്താണെന്ന് എതിർ ടീമിന് കറക്റ്റായിട്ട് മനസ്സിലാവും. നോഹയെ കേന്ദ്രീകരിച്ചുള്ള പതിവ് രീതിയിലുള്ള അറ്റാക്കുകൾ, ഇപ്പൊ ലെഫ്റ്റ് വിങ്ങിൽ കറക്റ്റ് ആയിട്ടൊരു നല്ല ഒരു കോൺസെൻട്രേഷൻ എതിർ ടീം കൊടുക്കുകയാണെങ്കിൽ മിക്കവാറും ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു മുന്നേറ്റം ഏതാണ്ട് അവിടെ അവസാനിക്കും. ഇതൊക്കെ തന്നെയാണ് സിറ്റുവേഷൻ. പിന്നെ ഇപ്പൊ കൂടുതൽ പറഞ്ഞ് നമ്മൾ ബോറടിപ്പിക്കേണ്ടതാണ്. കാരണം ആ സിറ്റുവേഷനാണ്. എല്ലാവരും ഭയങ്കര നിരാശരാണ്. പിന്നെ ഇപ്പൊ അടുത്ത മത്സരത്തിനായി കാത്തിരിക്കുക. ടെൻഷനൊന്നും ഇല്ലാതെ നമുക്കിനി മത്സരങ്ങൾ കാണാം. ഈ സീസൺ എന്തായാലും പോയെന്ന് പറയേണ്ടി വരും. അല്ലാതെ പിന്നെ ഇപ്പൊ കൂടുതലൊന്നും പറയാനില്ല.